ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നവംബർ 26 പത്തനംതിട്ട ജില്ലയിൽ UPSC ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഡിസംബറിൽ തന്നെ മറ്റു ജില്ലകളിൽ കൂടെ UPSCയുടെയും LPSCയുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം പത്തനംതിട്ട ജില്ലയിൽ 99 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 99 പേരാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. 99 പേരാണ്. അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 117 പേരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2019 UPSC LPSCയുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കസ് ചെയ്യുക ഇതിലൂടെ. അപ്പോൾ കഴിഞ്ഞ 2019 എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കാം. പത്തനംതിട്ട ജില്ലയിൽ എത്ര പേരാണ് 2019 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ആ വർഷം കട്ട് ഓഫ് വന്നിട്ടുള്ളത് 55 മാർക്കായിരുന്നു. എന്നാൽ ഈ 2024 കട്ട് ഓഫ് വന്നിട്ടുള്ളത് 56.33 ആണ്. ഇപ്പോൾ 2019 142 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. 142 പേര്. കട്ട് ഓഫ് 55 മാർക്കുമായിരുന്നു. കട്ട് ഓഫ് കൂടിയതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങിയിട്ടുണ്ട്. 99 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റു ജില്ലകളിലൂടെ ഇതൊന്ന് അവലോകനം ചെയ്തു നോക്കാം. LPSC UPSC രണ്ട് എക്സാം എഴുതിയ കട്ട് ഓഫും 2019 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏകദേശം അതിനോടടുത്ത് തന്നെയായിരിക്കും ഇനി ഈ വർഷം വരുന്ന കട്ട് ഓഫും ഷോർട്ട് ലിസ്റ്റൊക്കെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ LPSC കട്ട് ഓഫ് വന്നിട്ടുള്ളത് 42.33 42.33 എന്നാൽ UP വന്നിട്ടുള്ളത് 61 മാർക്കാണ്. കൊല്ലം ജില്ലയിൽ 41.33 LP വന്നിട്ടുള്ളത്. 41.33 എന്നാൽ UP ആകട്ടെ 63.33. പത്തനംതിട്ടയിൽ നമ്മൾ LP 30.67 UP 55 മാർക്കുമാണ്. ഇപ്പോഴത്തേത് 55.33. ഏകദേശം അതിനോടടുത്ത് തന്നെയായിരിക്കും ബാക്കി ജില്ലകളിലും വരാൻ നമുക്ക് തോന്നുന്നു. നോക്കാം. ആലപ്പുഴയിൽ 30.67 തന്നെയാണ് LP വന്നിട്ടുള്ളത്. UP ആകട്ടെ 55.67. കോട്ടയം ജില്ലയിൽ 28.33 LPയിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. UP 55.67. ഇടുക്കി ജില്ലയിൽ 26.67 LP വന്നിട്ടുള്ളത്. UP ആണെങ്കിൽ 50.33. എറണാകുളത്ത് 34 മാർക്ക് LP 61.33 UP കട്ട് ഓഫ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ 38 LP 61.33 തന്നെ UPക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് 41.33 LP UP 61.33 തന്നെ. പാലക്കാട് 41.33 UP 61.33. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ 3 ജില്ലകൾ UP കട്ട് ഓഫ് 61.33 തന്നെയാണ് വന്നിട്ടുള്ളത്. സെയിം മാർക്കാണ്. മലപ്പുറം ജില്ലയിൽ 50 LPയുടെ കട്ട് ഓഫ്. UP 62. കോഴിക്കോട് 46 LPയുടേത്. UP 66. വയനാട് ജില്ലയിൽ 32.33 LP. UP 53.33. കണ്ണൂർ ജില്ലയിൽ 37.33 UP 65. കാസർഗോഡ് ജില്ലയിൽ 36.33 UP 61.67 വന്നിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം LPയുടെ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലായിരുന്നു. 26.67. ഏറ്റവും കുറവ് 26.67 ഇടുക്കി ജില്ലയിലായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ 50 മാർക്കാണ്. മലപ്പുറം ജില്ലയിൽ 50 മാർക്കാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്.
UP ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ തന്നെ 50.33 ആയിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ 66 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാസം തന്നെ ഡിസംബറിൽ തന്നെ ഇന്നും നാളെയും ഈ വീക്കിലേക്ക് ആയിട്ട് നമ്മുടെ മറ്റ് ജില്ലകളിലൂടെ UPSCയുടെ ഷോർട്ട് ലിസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോസൊക്കെ. LPയുടെയും ഈ ഡിസംബറിൽ തന്നെ വരുമെന്ന് തന്നെയാണ് അറിഞ്ഞത്. അപ്പം എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫോളോ ചെയ്യുക.